ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വിസി നിയമന വിഷയത്തിലെ ഹൈക്കോടതി വിധിക്കെതിരെ ഗവർണർ ഇന്ന് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയേക്കും. താൽക്കാലിക വിസി നിയമനങ്ങൾക്ക് യുജിസി ചട്ടങ്ങൾ ബാധകമല്ലെന്ന വിധിയിലെ പരാമർശമാണ് ഗവർണർ ചോദ്യം ചെയ്യുക. അതേസമയം 2 സർവകലാശാലകളിലേക്കും വിസിമാരെ നിയമിക്കാനുള്ള പട്ടിക സർക്കാർ രാജ്ഭവന് കൈമാറി. ഇത് ഗവർണർ പരിഗണിക്കാനിടയില്ല. മനീഷ് മഹിപാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. മനീഷ്, ഈ രാജ്ഭവന്റെ അപ്പീൽ ഇന്ന് സുപ്രീം കോടതിയിൽ എത്തുമോ? ഇന്ന് ഉന്മേഷ് ഏറെക്കുറെ ഇന്ന് തന്നെ ഇത് സംബന്ധിച്ചുള്ള അപ്പീൽ അല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് രാജ്ഭവനും ഗവർണറും. കാരണം കഴിഞ്ഞ ദിവസം സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവിനെ, അതായത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവിനെ ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചുകൊണ്ട് നിലവിൽ കേരളത്തിലെ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലയിലെ വിസിമാരുടെ നിയമനങ്ങൾ അത്തരത്തിൽ റദ്ദാക്കിയിരുന്നു. നിലവിൽ ആ 2 സർവകലാശാലയിലെ നിയമനം റദ്ദാക്കിയ പശ്ചാത്തലത്തിലും പക്ഷേ പുതിയ വിസിമാരെ ഇതുവരെ നിയമിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു സമയത്താണ് തിരക്കിട്ട നീക്കവുമായി സർക്കാർ കൂടി ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അതിനെ ഉപയോഗം ചെയ്യുക, അതിനെ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും എളുപ്പത്തിൽ, ഏറ്റവും വേഗതയിൽ തന്നെ പുതിയ 2 വിസിമാരെ നിയമിക്കാനുള്ള ലിസ്റ്റ് തന്നെ നിലവിൽ നൽകിയിട്ടുള്ളത്. അങ്ങനെ 6 പേരുടെ പട്ടിക 2 സർവകലാശാലകളിലുമായി 6 പേരുടെ പട്ടിക ഇന്നലെ തന്നെ രാജ്ഭവന് കൈമാറിയിട്ടുണ്ട്. ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട്. നേരത്തെ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് കൈമാറിയ 3 പേരുകൾ, പാനലിലുള്ള പേരിൽ മാറ്റമില്ല, അതേ 3 പേരുകൾ തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം പക്ഷേ സാങ്കേതിക സർവകലാശാലയിലേക്ക് കൊടുത്ത 3 പേരിൽ ഒരാളുടെ പേര്, അദ്ദേഹം വിരമിച്ച വ്യക്തിയായതുകൊണ്ട് അയാളുടെ പേര് ഒഴികെ പുതിയൊരു വ്യക്തിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 3 പേരുടെ പുതുക്കിയ പട്ടികയാണ് ഇന്നലെ തിരക്കിട്ട നീക്കവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് അത് ചാൻസലർ കൂടിയായിട്ടുള്ള രാജ്ഭവനിൽ ഗവർണർക്ക് കൈമാറിയിട്ടുള്ളത്. ആ രീതിയിൽ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലം ഉപയോഗിക്കാനാണ് സർക്കാർ നീക്കം നടത്തുന്നത്. പക്ഷേ ഇതിനെ ഏത് വിധത്തിലും പ്രതിരോധിക്കുക എന്ന രീതിയിലാണ് ഗവർണർ ഇത്തവണ അത് സുപ്രീം കോടതിയിലേക്ക് എത്തുക. കാരണം ഇത്തരത്തിൽ വിസി നിയമനങ്ങളിൽ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ ശരിയല്ല. കാരണം നിലവിൽ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചിൻ്റെയും നിർദ്ദേശം അല്ലെങ്കിൽ ഉത്തരവിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശയോടുകൂടി മാത്രമേ വിസിമാരെ നിയമിക്കാൻ പാടുകയുള്ളൂ. അത്തരത്തിൽ വിസിമാരെ നിയമിച്ചാൽ തന്നെ അത് 6 മാസത്തെ ഒരു കാലാവധി പ്രാബല്യത്തിൽ മാത്രമേ നിയമിക്കാൻ പാടുകയുള്ളൂ. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരായിരിക്കും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതായത് ഒരു സ്ഥിരം വിസിയെ അത് സ്ഥിരമായി നിയമിക്കുമ്പോൾ അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗം കൂടി കേട്ട ശേഷം മാത്രമേ അതിന് ചാൻസലർക്ക് കൂടി അതിന് അവകാശമുള്ളൂ എന്ന പരാമർശത്തിനെതിരെയായിരിക്കും സുപ്രീം കോടതിയെ സമീപിക്കുക. പക്ഷേ സുപ്രീം കോടതിയിലെത്തിയ ഹർജി ഫയൽ ചെയ്ത് അത് കോടതി കേൾക്കുന്നതിന് മുൻപ് തന്നെ ഈ രീതിയിൽ കേരളത്തിൽ അല്ലെങ്കിൽ 2 സർവകലാശാലയിലെയും പേര് നിർദ്ദേശിച്ചുകൊണ്ട് ആ രീതിയിൽ എളുപ്പത്തിൽ എത്രയും വേഗം 2 വിസിമാരെ നിയമിക്കണമെന്ന ആവശ്യം നിലവിൽ കേരളം അല്ലെങ്കിൽ കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉന്നയിക്കും. ഒപ്പം തന്നെ ഈ സമയത്ത് ഒരു തരത്തിലുള്ള നിയമയുദ്ധം കടുക്കുമ്പോൾ മറുവശത്ത് വിസിക്കെതിരായും ഒപ്പം തന്നെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. ഇന്ന് 16ാം ദിവസവും കേരള സർവകലാശാലയിൽ വിസി എത്തിയിട്ടില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഉന്മേഷ്, മനീഷ് മഹിപാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.